ജൂൺ 1 ഇനിയിപ്പോ മടി ഉറക്കൊക്കെ മാറ്റി വെച്ചിട്ട് എണീക്കന്നെ. സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് മക്കളും എണീക്കണം, നമ്മൾ സ്കൂളിൽ പോണില്ലെങ്കിലും മക്കളെ വിടാൻ വേണ്ടിട്ട് നമ്മളും എണീക്കണം. വല്ലാത്തൊരവസ്ഥ തന്നെ. സ്കൂളിൽ പോണ കാലത്ത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായി, ഉമ്മമാർക്ക് എന്ത് സുഖം, വീട്ടിലിരുന്നാൽ മതിയല്ലോ. ആ സുഖം കൂടെ മനസ്സിലായപ്പോ വേണ്ടില്ലേനൂന്ന് തോന്നി. ഇന്ന് മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടിട്ട് ഞാനും ജാൻവി കൂടി ഒക്കെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവക്ക് 4-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. ഇന്ന് അവള് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകും. ജാൻവിക്ക് ഭയങ്കര ഇഷ്ട സ്കൂളിൽ പോവാന് എന്നൊക്കെയാണ് പറയണത്. കണ്ടറിയണം കോശി. മക്കൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കയറുന്ന തൊട്ട് മുമ്പായിട്ട് ചോക്ലേറ്റ് വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാരന്റ്സിന് ഒരു മോട്ടിവേഷനും ഇല്ല തോന്നുന്നു. ആ ഡീസൻസി അങ്ങോട്ട് കളയണ്ട വിചാരിച്ചിട്ട് ഞാൻ നേരെ നടന്നു കേട്ടോ. റെയിന് 6th-ലോട്ടും ആര് 4th-ലോട്ടും ആണ് കേട്ടോ. ഡിവിഷന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഒത്തൊരുമയാണ്. കഴിഞ്ഞ പ്രാവശ്യം രണ്ടാളുടെ ഡിവിഷൻ ബി ആയിരുന്നു, ഇപ്രാവശ്യം എയും. ടീച്ചേഴ്സ് ഇവരെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ പാരന്റ്സിനൊക്കെ ഇരിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്നില്ല, നേരെ വീട്ടിലോട്ട് വന്നു. ഏകദേശം ഒരു 2.5 മാസത്തോളം ഈ വീട്ടില് മക്കളും ഞങ്ങളും ഒക്കെ ആയിട്ട് ഒച്ചയും വിളിയൊക്കെ ആയതുകൊണ്ട് മക്കള് പോയപ്പോ എന്താന്നറിയില്ല, കുറച്ചു നേരത്തിനാണെങ്കിലും ഭയങ്കര ഒരു സൈലൻസ്, എന്തോ ഒരു സങ്കടം. അപ്പൊ ഞാനും സുജി ഇങ്ങനെ കുറച്ചേരം സിറ്റ് ഔട്ടിലിരുന്നു. ടോട്ടോക്കും ലിയോക്കും അതേപോലെ തന്നെ സങ്കടം ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടില്ല ആ വിഷാദ കിടപ്പം രണ്ടാളുടെ. പിന്നെ ആ മക്കള് വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചത് കേട്ടോ. ഉച്ചയായപ്പോഴേക്കും മക്കളെത്തി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഉച്ചവരെയല്ലേ ഉള്ളൂ. മക്കള് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാല് ജാൻവി പോയിട്ടില്ല. ജാൻവി അവര് വരുന്നതിന് മുന്നേ പോകുമെന്നുള്ള ടെൻഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. പിന്നെ അവര് വന്ന് കുറച്ചേരൊക്കെ കളിച്ചതിന് ശേഷമാണ് കേട്ടോ അവര് പോണത്. അങ്ങനെ ജിനും ജാൻവിയൊക്കെ പോയി. പിന്നെ ഞാനും മക്കളും ഒക്കെ ഒന്ന് ടയർഡായി ഉറങ്ങിട്ടോ. എനിക്കുണ്ടായിരുന്ന ആ ഒരു പനി ഞാൻ മക്കൾക്കും ഇപ്പൊ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. സുജിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ തൊണ്ടൊക്കെ വേദനിച്ച് ഒരു കപ്പ് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പനി അങ്ങോട്ട് മാറിയിട്ടും തലവേദന ബോഡി പെയിനും അങ്ങോട്ട് പൂർണ്ണമായിട്ട് മേലിന്നൊഴിഞ്ഞു പോണില്ല കേട്ടോ. പുറത്ത് അതിമാരക മഴയാണ്. അങ്ങനെ ഞാൻ പുറത്തിരിക്കുമ്പോൾ റെയിനും കൂടി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അവന് നല്ല പനി കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് ഒരു ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഔട്ടായിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഡേ ഓഫ് സ്കൂൾ പോയി കിട്ടി. റെയിനും ഇങ്ങനെ പാവമായിട്ട് വന്നിരിക്കുന്നുണ്ട്. ടോട്ടോ വന്ന് തോണ്ടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ടോട്ടോനെ ഇവിടെ ഏറ്റവും കൊഞ്ചിക്കുന്ന ആള് ഇവിടെ റെയിനു ആണ്. അങ്ങനെ ഞങ്ങൾ 1-ാം തീയതിയിലത്തെ കഥ ഇതാണ് കേട്ടോ. അപ്പൊ ശരി, ബൈ.